ഹലോ മൈ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് പോയത് തൃശ്ശൂരുള്ള സുവോളജിക്കൽ പാർക്ക് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലാട്ടോ ഇവിടെ. ചെന്ന് കയറിയപ്പോ ആപ്പാര് വണ്ടി നിർത്താൻ പോയ സമയം കൊണ്ട് ഇവരൊക്കെ ഫോട്ടോ എടുക്കാൻ കേട്ടോ. അങ്ങനെ ആപ്പാരൊക്കെ വന്ന് ടിക്കറ്റ് എടുക്കാൻ നിന്നിക്കാണ്. നമ്മൾ പോകേണ്ട വഴിയൊക്കെ ഇതുവഴി ദിസ് വേ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. നമുക്കത് നോക്കി പോയാൽ മതി. ഇവിടെ തണുത്ത വെള്ളവും നോർമൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അതൊക്കെ എടുത്ത് കുടിച്ചു കേട്ടോ. അതിന്റെ ഇടയിൽ ആപ്പിയും മേമയും ഒരു വ്ളോഗ് എടുക്കണൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ബോയ്സ് മുമ്പിലും ഗേൾസ് ബാക്കിലും ആട്ടോ നടക്കണേ. അങ്ങനെ നമ്മൾ പോണ വഴികളൊക്കെ ഒരു റിസോർട്ടിൽ ചെന്ന മാതിരി കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു. നടന്നു പോകേണ്ടവർക്ക് നടന്നു പോവാം. പിന്നെ KSRTC ഉണ്ട്, ഡബിൾ ഡെക്കറും ഉണ്ട് കേട്ടോ. ഡബിൾ ഡെക്കർ ബസ്. അതിലൊക്കെ പോണെങ്കിൽ ടിക്കറ്റിന് പൈസ കൂടും. ഞങ്ങൾ നടന്ന് കാണാച്ചിട്ട് പോയതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇതിന് പോണതാട്ടോ നല്ലത്, കാരണം കുറെ നടക്കാണ്ട്. ഡബിൾ ഡെക്കർ നല്ല പൈസ ഉണ്ടാകട്ടോ ഞങ്ങൾ കയറാന്. പക്ഷെ അതിലൊക്കെ ഇരുന്ന നല്ല രസകരം. അവിടെ ഫുഡിന്റെ ഏരിയൊക്കെ ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്ത് വേണേലും വാങ്ങി കഴിക്കാം. പിന്നെ ഇവിടെ കുളങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. താമര ആമ്പലൊക്കെ ഉണ്ട്. സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂരിന്ന് നല്ല ഭംഗിയില് പുല്ലോണ്ട് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ വെള്ളത്തിൽ മുതലുണ്ട്. ആ മുതൽ അനങ്ങണ തന്നെ കാണാനല്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ശരിക്കുള്ളതാണോ അതോ പ്രതിമയാണോന്നൊക്കെ. മുതല പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഷോക്ക് കറന്റ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതും കൊറ്റിന്റെ പോലത്തെ കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ വലന്റെ ഉള്ളിലായതുകൊണ്ടാണ് നേരെ കാണാത്തട്ടോ. നല്ല രസമുള്ള പക്ഷികളാണ്. ഇതൊക്കെ കണ്ടിട്ട് കൊറ്റിന്റെ പോലെ ഉണ്ട് കേട്ടോ. ഇതിന്റെ പേരാണ് നമ്മൾ നേരത്തെ അവിടെ കണ്ടത്. ഇത് മലയണ്ണായ കേട്ടോ. ചേച്ചി ആ മലയണ്ണാനക്ക് തീറ്റ കൊടുക്കുക. അത് കയ്യിലൊക്കെ വന്നിട്ട് വാങ്ങണ്ട കേട്ടോ. ഇതിനെ കാണാനും കൊറ്റിന്റെ പോലെ കേട്ടോ. ഇവിടെ കുറെ ഐറ്റം കൊറ്റിന്റെ പോലെയുള്ള സാധനങ്ങളുണ്ട്. ഇവിടെ മൃഗങ്ങളും പക്ഷികളൊക്കെ കുറവാണ്. പക്ഷെ ഇവിടെ സെറ്റ് ചെയ്ത സംഭവങ്ങള് അടിപൊളിയാട്ടോ. പിന്നെ ഇവിടെ കുറെ സാധനങ്ങൾ ഇനിയും വരാണ്ട്. ഇപ്പൊ 40% സാധനങ്ങളെ ഇവിടെ ഉള്ളൂ. ഇനി കുറെ ജീവികൾ വരാണ്ട് കേട്ടോ. നമ്മള് പഴയ സൂവിന്റെ അത്ര മരിക്കത്തെ സാധനങ്ങളൊന്നും കാണാനില്ല. പക്ഷെ അയക്കും വലിയ സ്ഥലമാട്ടത്.
ഇത് പുള്ളിമാനാട്ടോ. ഇവലൊന്നും കൂട്ടിലല്ല ഇട്ടിരിക്കണ, ഒരു തുറന്ന പ്രദേശത്താണ്. ഇവലൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഷോക്ക് ഘടിപ്പിച്ച വള്ളികളും ഉണ്ട് കേട്ടോ. ഇവലിങ്ങനെ തുറന്നിട്ടത് കൊണ്ട് ഓൽക്ക് നല്ല ഫ്രീഡാട്ടോ. കുടിക്കാനുള്ള വെള്ളം, അതേപോലെ ഓൽക്ക് കടക്കാനുള്ള ഓലപ്പേരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇത് കലമാനാട്ടോ. ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല. കളിച്ച് വൃത്തികേടാക്കിയതാട്ടോ വെള്ളം. പിന്നെ കൈതന്റെ ഒക്കെ പോലെ ഉണ്ട് കേട്ടോ. അവിടുന്ന് ഞങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തു കൂടെയാണ് KSRTC റൂട്ട്. ഇവിടെ ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സും ഒക്കെ ഉണ്ട്. പിന്നെ പേ യൂസ് ടോയ്ലറ്റും ഉണ്ട് കേട്ടോ. ഇവിടെ മങ്കികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ നേരെയുള്ള വഴി ഉണ്ടായിട്ടും പൈസ ഇല്ല. അപ്പൊ വളഞ്ഞ വഴി കൂടെ പോണുള്ളൂ. അപ്പൊ ആണെങ്കിൽ വന്ന് നോക്ക് എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച്, എന്നിട്ട് അവിടെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ കുറെ വട്ടം പറ്റിച്ചോണ്ട് ഞങ്ങള് പോയില്ല കേട്ടോ. പിന്നെ ഈ പുലിനെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത് കേട്ടോ. കുറെ നേരമായിട്ട് ഒന്നും കാണാതെ, വലുതൊന്നും കാണാതെ ഇത് കണ്ടപ്പോ നല്ല ഒരു സന്തോഷം തോന്നി. പുള്ളി കേട്ടത്. പുലിയൊക്കെ നല്ല ഫ്രീഡത്തിൽ കാട്ടിലൂടെ നടക്കണ പോലെ ആയിട്ട് നടക്കണ്. ഇതിന്റെ ഒന്നും മേലെ അടച്ചിട്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഇവിടെ ഷോക്ക് അടിപ്പിക്കാനുള്ള സംഭവം ഉണ്ട് കേട്ടോ. നമ്മളടുത്തൊക്കെ ചാടുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഷോക്ക് അടിച്ച് ചാവട്ടെ. അവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് പോന്നപ്പോ നമ്മള് ടൈഗറിനെ കണ്ടു കേട്ടോ. ടൈഗറും ഇതേമാതിരി ഓടിച്ചാടി നടക്കുന്നുണ്ട് കേട്ടോ. ടൈഗറൊക്കെ നല്ല വലുപ്പമുണ്ട് കേട്ടോ. നമ്മളൊന്നും കണ്ടിട്ട് ഒരു മെയിൻറ്റും ഇല്ല കേട്ടോ. ദിവസം എത്ര ആൾക്കാരെ കാണുന്നുണ്ടാവും. ഈ സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പുലിന്റെ കൂടെ ആണെന്നാട്ടോ ഞാൻ വിചാരിച്ചത്. ഇതൊക്കെ വെള്ളച്ചാട്ടം വരുന്ന ഏരിയകളാട്ടോ. മഴ ഇല്ലാത്തോണ്ട് അവിടെ വെള്ളച്ചാട്ടമില്ല. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ വീണ്ടും നീങ്ങിട്ടോ. നടന്നുകൊണ്ടിരിക്കാണ്. ഇവിടെ കൊറേ യമൂനെ കണ്ടുട്ടോ ഞങ്ങള്. ഇവിടെയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. കാണുമ്പോൾ റിസോർട്ട് പോലെ തോന്നാണ്. ഇവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു രസം തോന്നും കേട്ടോ. ഇത് ഹിപ്പോപ്പൊട്ടാമസിന്റെ കുളമാണ്. ഇതില് 2 ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട്. ഓല് വെള്ളം വൃത്തികേടാക്കി ഇട്ടിക്കണു കേട്ടോ. ഇവിടെ വെള്ളം ഫിൽറ്റർ ചെയ്ത് വരുന്നുണ്ട് വെള്ളച്ചാട്ടം പോലെ. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ.
ഒരു തുള്ളി ഫിൽറ്റർ ചെയ്യുമ്പോൾ ഓല് കുറെ കേടാക്കാണ്. 2 എണ്ണത്തിനെയാണ് ഞങ്ങൾ കണ്ടത്. വേറെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടോയെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. നല്ല വലുപ്പമുള്ള ഹിപ്പോപ്പൊട്ടാമസുകളായിരുന്നു കേട്ടോ. കുറേ നേരം അനങ്ങാതെ കിടക്കണുണ്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കിട്ടോ. പിന്നെ വള്ളത്തിൽ ഒന്നും ഇല്ലാത്ത മാതിരി നിൽക്കുമ്പോൾ ഒന്ന് വള്ളത്തിൻ്റെ ഇടയിൽ നിന്ന് പൊന്തിയാണ് വന്നു കേട്ടോ. അപ്പോഴാണ് മനസ്സിലായത് 2 ആൾ ഇതിലുണ്ട്. അത്രയും നേരം ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നു ആകെ ഒറ്റ ഒന്നുള്ളൂ ഇതിൽ എന്നാണ്. അത് വന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതേപോലെ താഴത്ത് പോയിട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ചു പോവാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മളെ ഡബിൾ ഡക്കർ ബസ് അതിലൂടെ പാസ് ചെയ്യണ കണ്ടത്. കയറാൻ പറ്റിയില്ലെങ്കിലും കാണെങ്കിലും ചെയ്യാച്ചിട്ട് വീഡിയോ എടുത്തു. പിന്നെ നമുക്ക് തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് ഫ്രീ KSRTC ഉണ്ട് കേട്ടോ. ഞങ്ങളതിൽ തന്നെയാണ് തിരിച്ചിറങ്ങിയത്. വേണ്ടവർക്ക് നടന്നിട്ട് തന്നെ തിരിച്ചു പോവുകയും ചെയ്യാം കേട്ടോ. പക്ഷെ ഞങ്ങൾ KSRTCയിലാട്ടോ പോയത്. ഞങ്ങൾ വേഗം കയറി സീറ്റൊക്കെ പിടിച്ചു. എന്നാലും അതിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ബസ്സിൽ കൊള്ളുന്ന അത്രയും ആൾക്കാരെ കുത്തി കയറ്റിക്കാണ്. അങ്ങനെ ബസ് ഞങ്ങളെ താഴത്ത് കൊടുന്ന് ഇറക്കിട്ടോ. ഇനിയിപ്പോൾ പരിപാടികളൊന്നുമില്ല. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇങ്ങോട്ട് വരാം. ചെറിയ ടിക്കറ്റിൻ്റെ പൈസ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബാക്കി നാളെ.